ഗോരഖ്നാഥിനെ അറിയുമോ? ഇത്തരം കഥകളെ അതിൻ്റെ ശരിയായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. ഇവയെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ മത്സ്യേന്ദ്രനാഥ്, അദ്ദേഹത്തെ ആളുകൾ ശിവന്റെ അവതാരമായാണ് കണ്ടിരുന്നത്. കാരണം അദ്ദേഹം അത്രമേൽ മഹാനായ ഒരു മനുഷ്യനായിരുന്നു. വെറും കൗപീനം മാത്രം ധരിച്ച ഒരാൾ, മറ്റൊന്നുമില്ല എങ്കിലും അത്യുന്നതനായ ഒരു മനുഷ്യൻ. ഒരു കൗപീനം മാത്രം ധരിച്ച ഒരാൾ എങ്ങനെ അത്യുന്നതനാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ അദ്ദേഹം അങ്ങനെയായിരുന്നു, അത്യുന്നതനായ ഒരു യോഗി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ നാട്ടിൽ അദ്ദേഹം ഒരു വീടിന് മുന്നിൽ ഭിക്ഷയ്ക്കായി ചെന്ന് നിന്നു. കാരണം ഭക്ഷണം കിട്ടാനുള്ള വഴി അത് മാത്രമാണ്. ഉപജീവനത്തിന് ജീവിതം പാഴാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആരോടെങ്കിലും ചോദിക്കുക, കിട്ടുന്നത് കഴിക്കുക, അത്രയുള്ളൂ ഉപജീവനം. അങ്ങനെ അദ്ദേഹം സാമാന്യം സമ്പന്നമായ ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് നിന്ന് വിളിച്ചു, അലക്. അലക് നിരഞ്ജൻ എന്നാണ് അതിന്റെ അർത്ഥം. But his short form. അദ്ദേഹം അലക് എന്ന് പറഞ്ഞു. ആ വീട്ടിലെ സ്ത്രീ വന്ന് അദ്ദേഹത്തിന് ഭക്ഷണം നൽകി. എന്നിട്ട് അവർ പറഞ്ഞു, ഹേ യോഗി, എന്റെ ജീവിതത്തിൽ എനിക്കെല്ലാമുണ്ട്. പക്ഷേ ഒരു കുട്ടിയില്ലാത്തതിനാൽ ഞാൻ ദുഃഖിതയാണ്. ഒരു കുട്ടി ഇല്ലാത്തത് കാരണം എന്റെ ജീവിതം പൂർണ്ണമാകുന്നില്ല. 10 കുട്ടികളുള്ളവരുടെ ജീവിതം സഫലമായോ എന്നത് വേറെ കാര്യം. പക്ഷെ ഇല്ലാത്ത കാര്യത്തെ ഓർത്താണല്ലോ എപ്പോഴും വേദന തോന്നുക. അതെന്തായാലും അദ്ദേഹം അവരെ നോക്കി. ആ സ്ത്രീ ശരിക്കും ദുഃഖിതയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് വെച്ചാൽ അത് കുടുംബത്തിലും സമൂഹത്തിലും വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ ചെറിയ സഞ്ചിയിൽ കൈയിട്ട് അല്പം വിഭൂതി പുറത്തെടുത്ത് അവർക്ക് നൽകിയിട്ട് പറഞ്ഞു, നീ ഇത് കഴിച്ചോളൂ, നിനക്കൊരു കുഞ്ഞുണ്ടാകും. ആവേശത്തോടെ അത് വാങ്ങി അവൾ വീട്ടിലേക്ക് പോയി. വീട്ടുകാർ ചോദിച്ചു, ഇതെന്താണ്? അവൾ പറഞ്ഞു, ഒരു യോഗി തന്ന ഭസ്മമാണ്, ഇത് കഴിച്ചാൽ കുഞ്ഞുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ പരിഹസിച്ചു, വിഡ്ഢി, ഭസ്മം കഴിച്ചാൽ കുഞ്ഞുണ്ടാകുമോ? എന്തൊരു അസംബന്ധമാണിത്. നോക്കൂ, നിങ്ങളല്ല, എന്നെ ദഹിപ്പിച്ചാൽ ഞാൻ വെണ്ണീറാകും. പക്ഷേ ആ വെണ്ണീറിന് ഞാനാകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകില്ല. ഞാൻ വെണ്ണീറാകുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. പക്ഷെ വെണ്ണീർ ഞാനാകുമോ? അവർ പറഞ്ഞു, നീ ഒരു മണ്ടിയാണ്, നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് നീ ഇത്ര വലിയ വിഡ്ഢിയായതുകൊണ്ടാണ്. അങ്ങനെ പലതും അവർ പറഞ്ഞു. അതോടെ അവൾക്ക് മനസ്സുമടുത്തു. അവൾ ആ ഭസ്മം വീടിന് പിന്നിലെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞു. ഗ്രാമങ്ങളിലെ പഴയ വീടുകളിൽ മാലിന്യമെല്ലാം നിക്ഷേപിക്കുന്ന വലിയൊരു കുഴി ഉണ്ടാകാറുണ്ട്. വർഷങ്ങൾ കൂടുമ്പോൾ അത് കൃഷിക്കുള്ള വളത്തിനായി കോരിയെടുക്കും. അതുവരെ അവിടെ അഴുക്ക് കുന്നുകൂടി കിടക്കും. അവിടെ അവൾ ആ ഭസ്മം ഉപേക്ഷിച്ചു. അവൾക്ക് കുഞ്ഞുണ്ടായില്ല. 12 വർഷങ്ങൾക്ക് ശേഷം മത്സ്യേന്ദ്രനാഥ് വീണ്ടും അവിടെ വന്ന് വിളിച്ചു, അലക്. അവൾ പുറത്തു വന്നു. അവൾക്ക് യോഗിയെ മനസ്സിലായില്ല. കാരണം അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിന്റെ മകൻ എവിടെ? അവൾ ചോദിച്ചു, ഏതു മകൻ? അല്ല, 12 വർഷം മുമ്പ് നിനക്കൊരു മകൻ ജനിക്കേണ്ടതായിരുന്നു, അവനെവിടെ? അപ്പോഴാണ് ആ പഴയ യോഗിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ആ ഭസ്മം കഴിച്ചില്ല. പിന്നെ എന്തു ചെയ്തു? ഞാനത് മാലിന്യക്കുഴിയിൽ എറിഞ്ഞു. ഉടൻ അദ്ദേഹം ഗ്രാമവാസികളെ വിളിച്ച് ആ മാലിന്യക്കുഴി കുഴിക്കാൻ പറഞ്ഞു. അവർ ആ കുഴി കുഴിച്ചപ്പോൾ അവിടെ 12 വയസ്സുള്ള ഒരു ബാലനിരിക്കുന്നു. അതാണ് ഗോരഖ്നാഥ്. കുപ്പത്തൊട്ടിൽ ജനിച്ചവൻ. എന്തുകൊണ്ടാണ് കഥ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കണം. കുപ്പത്തൊട്ടിയിൽ ജനിച്ചവൻ. എന്നിട്ട്
മത്സ്യേന്ദ്രനാഥ് പറഞ്ഞു, നിനക്ക് 12 വയസ്സായി, നീ എൻ്റെ കൂടെ വരേണ്ട സമയമായി. ആ സ്ത്രീ കരഞ്ഞു വിളിച്ചു, എൻ്റെ കുഞ്ഞ്. പക്ഷേ സത്യമെന്തെന്നാൽ അവൾ ആ ഭസ്മം കഴിച്ച് കുട്ടി ജനിച്ചിരുന്നെങ്കിൽ പോലും 12 വയസ്സാവുമ്പോൾ മത്സ്യേന്ദ്രനാഥ് അവനെ കൊണ്ടുപോകുമായിരുന്നു. അതങ്ങനെയാണ്. ഇപ്പോൾ അവൻ കുപ്പത്തൊട്ടിയിൽ ജനിച്ചതുകൊണ്ട് സാമൂഹികമായ എതിർപ്പുകളൊന്നുമില്ലാതെ അവനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് എളുപ്പമായി. കുപ്പത്തൊട്ടിയിൽ ജനിച്ച ഒരു കുട്ടിയെ ആർക്ക് വേണം? കുപ്പ എന്നാൽ മാലിന്യം. അങ്ങനെ അദ്ദേഹം അവനെ കൊണ്ടുപോയി. ഗോരഖ്നാഥ് കഠിനമായ സാധനകൾ ആരംഭിച്ചു. കൗമാരക്കാരനായ ആ യോഗി പൂർണ്ണ ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും മുന്നോട്ടു പോയി. പക്ഷേ അവൻ നോക്കുമ്പോൾ മറ്റുള്ളവർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല, എങ്കിലും ആനന്ദത്തിലാണ്. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അവൻ്റെ അസ്വാസ്ഥ്യം മത്സ്യേന്ദ്രനാഥ് ശ്രദ്ധിച്ചു. ഗോരഖ്നാഥ് മത്സ്യേന്ദ്രനാഥിനോട് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്താണ് ഇത്ര കഷ്ടപ്പാട്? മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എത്ര എളുപ്പമാണ്? അപ്പോൾ മത്സ്യേന്ദ്രനാഥ് പറഞ്ഞു, അവർ പഴയ ഭക്ഷണമാണ് കഴിക്കുന്നത്, നീ അവരെ നോക്കണ്ട. അവർ പഴയ ഭക്ഷണത്തിലാണ് ജീവിക്കുന്നത്. അതായത് ഇന്നലത്തെ ഭക്ഷണം അവർ ഇന്ന് കഴിക്കുന്നു. മുൻ ജന്മങ്ങളിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം അവർ ഇന്ന് അനുഭവിക്കുന്നു. അവരുടെ സമയം വരും, ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അവർ താഴെ പോകും. ഇതുപോലെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല ആളുകൾ, വളരെ നല്ല ആളുകൾ നന്നായി ജീവിക്കുന്നു, പക്ഷേ ഇന്നലത്തെ ഭക്ഷണം കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ പലതരത്തിൽ അവരോട് പറയാൻ ശ്രമിച്ചു, ഇന്ന് നിങ്ങൾ അധ്വാനിക്കണം, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആഹാരമുണ്ടാകില്ല. പഴയ കർമ്മം നല്ലതാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ മികച്ചവരായിരിക്കാം. ഞാൻ ധ്യാനലിംഗം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ഞാൻ സംയമയിലിരിക്കുമ്പോൾ അന്ന് 800ഓളം ആളുകളുണ്ടാകും. ഒരുപാട് ആളുകൾ പാമ്പുകളെപ്പോലെ ഇഴഞ്ഞു വരും. അവരെല്ലാം പാമ്പുകളെപ്പോലെ ഇഴഞ്ഞു വന്ന് വേദിക്കരികിൽ കുമിഞ്ഞുകൂടും. കാരണം അന്ന് ഞങ്ങൾ പഴയ ഭക്ഷണമുള്ള ആളുകളെ അന്വേഷിക്കുകയായിരുന്നു. അതായത് ശരിയായ കർമ്മഫലമുള്ള ആളുകളെ. അവരെല്ലാം അടുത്തേക്ക് വരും. പക്ഷേ അവർക്കൊരു സാധന നൽകിയാൽ അവർക്ക് അത് ചെയ്യാനുള്ള ആത്മാർത്ഥത ഉണ്ടാകില്ല. കാരണം അത് സൗജന്യമായി കിട്ടുന്നതാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച കുട്ടിയെപ്പോലെ വിശപ്പിൻ്റെ വേദനയോ കഷ്ടപ്പാടോ കഠിനാധ്വാനമോ അവർക്കറിയില്ല. എല്ലാം വെറുതെ കിട്ടുന്നതുകൊണ്ട് അവരത് പാഴാക്കി കളയും. ഇതുപോലെ തന്നെ. അതുകൊണ്ട് മത്സ്യേന്ദ്രനാഥ് പറഞ്ഞു, നീ അവരെ നോക്കണ്ട. അവർ പഴയ ഭക്ഷണത്തിലാണ് ജീവിക്കുന്നത്. നീ അങ്ങനെയുള്ളവനല്ല. നിന്റെ പഴയ ഭക്ഷണം മാലിന്യമാണ്.